സംസ്ഥാനത്തെ സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും സാധാരണ ജനങ്ങളുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ചില പ്രധാന ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും ആശ്വാസം നൽകുന്ന നിരവധി പദ്ധതികൾ വർഷങ്ങളായി നടപ്പിലാക്കി വരുന്നു. അതിൽ ചില പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കാനും ചില ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശം ചർച്ചയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയും സ്ത്രീകൾക്കായുള്ള ക്ഷേമ പദ്ധതികളും വലിയ തോതിൽ ശ്രദ്ധ നേടുന്ന മേഖലയാണ്. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക, കുടുംബത്തിലെ ദൈനംദിന ചിലവുകൾക്ക് ചെറിയൊരു പിന്തുണ നൽകുക, സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ചില പരിഷ്കരണ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്ത്രീകൾക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം വിവിധ മേഖലകളിൽ നിന്ന് ഉയരുന്നുണ്ട്. വിലക്കയറ്റവും ജീവിത ചെലവിലെ വർധനവും കണക്കിലെടുത്ത് നിലവിലെ സഹായം കൂടുതൽ പ്രയോജനപ്രദമാക്കണമെന്നാണ് പൊതുവായ അഭിപ്രായം. ഇതിനോടനുബന്ധിച്ച് കൂടുതൽ തുക അനുവദിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതായാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനികൾക്കും പ്രത്യേക പരിഗണന ലഭിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതികൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പലതവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥിനികൾക്ക് യാത്രാ ചെലവും പഠനച്ചെലവും വലിയ ഭാരമായി മാറുന്ന സാഹചര്യത്തിൽ സർക്കാർ പിന്തുണ വലിയ ആശ്വാസമാകുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന വിവിധ പദ്ധതികൾ നിലവിലുണ്ട്. അപേക്ഷ നടപടികൾ ലളിതമാക്കുക, കൂടുതൽ വിദ്യാർത്ഥികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, ആനുകൂല്യം സമയബന്ധിതമായി വിതരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ ഏറെ ചർച്ചയാകുന്ന മറ്റൊരു വിഷയമാണ് KSRTC സൗജന്യ യാത്രാ പദ്ധതി. പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ജനസൗഹൃദമാകുന്നതിന്റെ ഭാഗമായി പ്രത്യേക വിഭാഗക്കാർക്ക് സൗജന്യമായോ കുറഞ്ഞ നിരക്കിൽ യാത്രാ സൗകര്യം ഒരുക്കണമെന്ന ആശയം മുന്നോട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് പ്രത്യേക സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാകുന്നതോടെ തൊഴിൽ മേഖലയിലേക്കും വിദ്യാഭ്യാസ മേഖലയിലേക്കും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ദിവസേന യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് യാത്രാ ചെലവിൽ ഗണ്യമായ കുറവ് വരുത്താൻ ഇത് സഹായിക്കും. കുടുംബങ്ങളുടെ മാസ ചെലവ് കുറയ്ക്കുന്നതിലും പദ്ധതി നിർണായക പങ്ക് വഹിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങളെ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയ്ക്കും ഗുണകരമാകും. സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ഇന്ധന ചെലവ് കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്ന അഭിപ്രായം. സ്ത്രീകൾക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ യാത്രാ സൗകര്യം ഉറപ്പാക്കേണ്ടത് സാമൂഹിക പുരോഗതിയുടെ പ്രധാന ഘടകമാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത്തരം ആനുകൂല്യങ്ങൾ വലിയ പിന്തുണ നൽകും. അഭയകിരണം പദ്ധതിയും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിരിക്കുന്ന മറ്റൊരു ക്ഷേമ പദ്ധതിയാണ്. വിധവകളെയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെയും സഹായിക്കുന്നതിനായി വിവിധ ധനസഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക പിന്തുണ ലഭ്യമാകണമെന്ന ആവശ്യം ശക്തമാണ്. ഇത്തരം പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗക്കാർക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കുക എന്നതാണ്. പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് കുടുംബത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സാ ചെലവുകൾക്ക് സഹായകരമാകും. സർക്കാർ ക്ഷേമ പദ്ധതികളുടെ വിജയം അതിന്റെ കൃത്യമായ നടപ്പാക്കലിലും അർഹരായവർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭിക്കുന്നതിലുമാണ്. അതിനാൽ അപേക്ഷ നടപടികൾ ലളിതമാക്കുകയും അനാവശ്യ കാലതാമസം ഒഴിവാക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഒരു ധനസഹായം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ആത്മവിശ്വാസവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്ന പിന്തുണ കൂടിയാണ്. ചെറിയൊരു സാമ്പത്തിക സഹായം പോലും നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യവും ക്ഷേമ പദ്ധതികളുടെ വ്യാപ്തിയും ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ടാണ് പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ ഏതൊരു പുതിയ പ്രഖ്യാപനവും ഔദ്യോഗിക സർക്കാർ ഉത്തരവുകൾ വന്ന ശേഷമേ അന്തിമമായി കണക്കാക്കാൻ കഴിയൂ. ജനങ്ങൾ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധാപൂർവ്വം പിന്തുടരുകയും അർഹതാ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ കൃത്യമായി തയ്യാറാക്കി വയ്ക്കുന്നത് പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. സ്ത്രീ സുരക്ഷ, വിദ്യാർത്ഥി ക്ഷേമം, സൗജന്യ യാത്രാ പദ്ധതി,
അഭയകിരണം പദ്ധതി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പൊതുസമൂഹത്തിനുള്ളത്. സമൂഹത്തിലെ പിന്നോക്ക ഭാഗങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്ന പദ്ധതികൾ ഭാവിയിലും അവതരിപ്പിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. അവസാനമായി ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ഔദ്യോഗിക സർക്കാർ പ്രഖ്യാപനങ്ങളും ഉത്തരവുകൾക്ക് മുൻഗണന നൽകേണ്ടതാണ്. പൊതുചർച്ചകളിൽ ഉയരുന്ന നിർദ്ദേശങ്ങളും സാധ്യതകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടൊപ്പം സ്ഥിരീകരിച്ച വിവരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഉചിതം. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും കൂടുതൽ സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്ന പദ്ധതികൾ ഭാവിയിൽ കൂടുതൽ ശക്തിപ്പെടട്ടെ എന്ന പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ അവതരണം സമാപിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.